ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ അത് നമുക്ക് ഇഷ്ടംപോലെ ജോബ്സ് വരുന്നുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ റിലേറ്റ് ചെയ്തുള്ള ജോബ്സ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള ജോബ്സ് ഉണ്ട്, SEO, സ്ട്രാറ്റജി ബിൽഡിംഗ്, അനലിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കോഴ്സ് പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഫീൽഡാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിന്റെ ബേസിസിൽ ഇതൊരു ഡെസിഗ്നേഷൻ ജോബ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട്, അങ്ങനെ പല പൊസിഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൾസോ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് ആണ് നോക്കുന്നെങ്കിൽ, അതായത് ഗൂഗിൾ വഴി അഡ്വർടൈസ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി അഡ്വർടൈസ്മെന്റ് ചെയ്യുക, ആ ബിസിനസ്സിന് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പെയ്ഡ് ആഡ് എക്സ്പെർട്ട്, PPC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പൊസിഷൻസ് അവൈലബിൾ ആണ്. ഓൾസോ നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രാറ്റജി ബിൽഡിംഗ് ആണ് ഇഷ്ടമുള്ളത്, ഒരു മാർക്കറ്റിംഗ് ആംഗിൾസ്, മാർക്കറ്റിംഗ് ടാക്ടിക്സ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞ റോൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഈ ഡേറ്റ മാനേജ്മെന്റ് ഇഷ്ടമാണ്, ഡേറ്റയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക, ഡേറ്റയിൽ നിന്ന് ഓരോ കൺക്ലൂഷൻസ് വരിക, കൂടുതൽ ഡേറ്റയെ പറ്റി നോക്കുക, അങ്ങനെയുള്ള ആംഗിൾസ് ആണെങ്കിൽ സോഷ്യൽ മീഡിയ അനലിസ്റ്റ് അല്ലെങ്കിൽ പെയ്ഡ് ആഡ് എക്സ്പെർട്ട്, അനലിസ്റ്റ് എന്ന പറഞ്ഞ പൊസിഷൻസ് അവൈലബിൾ ആണ്. അങ്ങനത്തെ പൊസിഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ അത് വൈഡ് വെറൈറ്റി ഓഫ് ജോബ് റോൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് പഠിക്കുമ്പോൾ ടോട്ടലി എല്ലാത്തിനെ പറ്റിയും പഠിക്കുന്നുണ്ടാവും. ബിക്കോസ് നമ്മുടെ ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ ഈ പറഞ്ഞ എല്ലാ ഫീൽഡ്സിലുള്ള ക്വസ്റ്റൻസും അവർ ചോദിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിനകത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടോപ്പിക്കിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന, ഇഷ്ടപ്പെടുന്നതെന്നുള്ള അതിൻ്റെ ബേസിസിലുള്ള ജോബ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും.